ഒരു ഗ്രാമത്തിൽ വീരു ബാലു രണ്ട് കുട്ടികളുണ്ട്. വീരുവിന് വയസ്സ് 12 വയസ്സ്, ബാലുവിന് 8 വയസ്സ്. ഈ വീരുവും ബാലുവും എപ്പോഴും ഒരുമിച്ചാണ്. ഒരുമിച്ച് ഉറക്കം, ഒരുമിച്ച് കളിക്കലും, ഒരുമിച്ച് വിറക് ശേഖരിക്കാൻ പോകും. അങ്ങനെ ഇവർ ഏത് സമയത്ത് നോക്കിയാലും ഗ്രാമവാസികൾക്കറിയാം ഈ വീരുവും ബാലും ഒരേ ഒരു സമയത്തും എല്ലാ സമയത്തും ഒരുപോലെയാണ്. അപ്പോൾ ഈ 12 വയസ്സിലെ വീരുവും 8 വയസ്സിലെ ബാലുവും ഇവർ രണ്ടുപേരും കൂടി ഒരു ദിവസം കാട്ടിൽ കളിക്കാനൊക്കെ ഇങ്ങനെ വിറക് ശേഖരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് 12 വയസ്സിലെ വീരു കാല് വഴുതി അവിടെ ഒരു പൊട്ടക്കിണറ്റിൽ വീഴും. ഇത് കണ്ടിട്ട് ഒരുപാട് നേരം നിലവിളിച്ച ബാലു ആരും സഹായിക്കാനില്ലാത്തതുകൊണ്ട് ഓടി അവൻ അടുത്ത് കണ്ട വലിയൊരു വള്ളി പൊട്ടിച്ച് കിണറ്റിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ വലിച്ച് 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 ശക്തമായി എടുത്ത് ഈ 12 വയസ്സിലെ ഈ വീരുവിനെ 8 വയസ്സിലെ ബാലു എടുത്ത് കിണറ്റ് പുറത്തിട്ടു. ഇവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, നിലവിളിച്ചു. ഇവർ രണ്ടുപേരുടെ മേൽ ശരീരത്തിലാകെ ചളി. ഈ ചളി വരേണ്ട ഇവർ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഗ്രാമത്തിനടുത്തെത്തുന്ന സമയത്ത് കവലയിൽ വെച്ച് ഒരാൾ കണ്ട് എന്താ എവിടെയാണ് പോകുന്നത് ചോദിച്ചു. അപ്പോൾ ഇവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തോ ഒരു പന്തികേട് തോന്നി. വീണ്ടും വീണ്ടും ഇത് ക്വസ്റ്റ്യൻ ചെയ്തത് ഈ കുട്ടികൾ കരയാൻ തുടങ്ങി. അങ്ങനെ ഈ വീരു പറയും, ഞാൻ കിണറ്റിൽ വീണ സമയത്ത് ബാലുവല്ല രക്ഷപ്പെടുത്തി. ചോദിച്ചത് എങ്ങനെ രക്ഷപ്പെടുത്തി എന്ന് ചോദിച്ചത് അവർ പറഞ്ഞു, ഇവൻ വള്ളി എനിക്ക് കിട്ടുമെന്നു ഞാൻ വലിച്ച് അവനെ കയറ്റി. ബാലു പറയും, ഞാൻ അവനെ വലിച്ച് കയറ്റി. അപ്പോൾ അവർ പറയും, ഇല്ല. അയാൾ പറയും, ഇല്ല, ഇത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. 8 വയസ്സിൽ നീ എങ്ങനെ ഈ 12 വയസ്സിൽ ഇവനെ വലിച്ചു കയറ്റാൻ സാധിക്കില്ല, നിങ്ങൾ എന്തോ പുറകിൽ. അങ്ങനെ നിരന്തരം അവർ പ്രശ്നമായി. നാട്ടുകാരൊക്കെ തടിച്ചുകൂടി എന്തോ വലിയ സംഭവം പോലെ ചർച്ച ചെയ്യാൻ തുടങ്ങി. എല്ലാവരും പറഞ്ഞു, എനിക്കാവില്ല. ഈ കുട്ടികൾ കരയാൻ തുടങ്ങി. എനിക്കാവില്ല, ആവില്ല, ആവില്ല, ഒരിക്കലും നടക്കുന്ന കാര്യമില്ല എന്നൊരു കരയുന്ന സമയത്ത് ഇത് ദൂരെ നിന്ന് വീഴ്ച പുറത്തുനിന്ന് ഒരു തലപ്പാവൊക്കെ കെട്ടിയ വേറൊരാൾ പറഞ്ഞു, ആ കുട്ടികൾ പറഞ്ഞ സത്യമാണ്. 12 വയസ്സിലെ വീരുവിനെ 8 വയസ്സിൽ ബാലു തന്നെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവരും ചേർന്ന് അവർക്ക് ആ തലപ്പാവ് കിട്ടിയ അയാളെ ശോഭിതമായി സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്കെങ്ങനെ അറിയാം? നിങ്ങൾ കണ്ടിരുന്നോ ഇവർ രക്ഷപ്പെടുന്നത്? ഈ കുട്ടികൾ വീഴുന്നത് കണ്ടിരുന്നോ? ഇല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുത്തി കാണും. അങ്ങനെ അയാൾക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആ ഭാഗത്തേ ഇല്ല. പിന്നെ നിങ്ങൾ എങ്ങനെ പറയും? അപ്പോൾ പറഞ്ഞു, ഈ കുട്ടികൾ ആ കിണറ്റിൽ വീണ സമയത്തും ഈ കുട്ടി രക്ഷപ്പെടുന്ന സമയത്തും നിങ്ങൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ആവില്ല, ആവില്ല എന്ന് പറയാൻ നിങ്ങൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടി തന്നെ രക്ഷപ്പെടുത്തിയത്. ആവില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കുട്ടികൾ രക്ഷപ്പെടില്ല, കുട്ടി ആരെങ്കിലും സഹായം ചോദിക്കുമായിരുന്നു. ഇതാണ് ഈ കഥയിൽ നിന്ന്. ഈ കുട്ടികളെ പോലെയാണ് നമ്മൾ ഓരോ ആൾക്കാരും. നമ്മൾ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാരോ വീട്ടുകാരോ കൂട്ടുകാരോ ആയിട്ടുള്ള ആവില്ല, നിനക്കാവില്ല എന്ന് പറയുന്നത് നമ്മളതവിടെ വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്നാൽ അവരെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഇതേ ആൾക്കാർ പറയും, നിങ്ങളോട് അന്ന് പറഞ്ഞില്ലേ നീ രക്ഷപ്പെടും, നീ അന്ന് ഞാൻ പറഞ്ഞത് രക്ഷപ്പെടും, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞില്ലേ എന്ന് തിരിച്ചു പറയുന്ന അവസ്ഥ ഇതേ ഗ്രാമവാസികളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് എന്തെന്ന് നോക്കാതെ നമ്മുടെ കഴിവ് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ കഴിവുകൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്താവും നമ്മൾ തീരുമാനിച്ച്, ഇല്ലെങ്കിൽ ആവില്ല എന്ന് പറയാൻ ചെവി കൊടുക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആർക്കും ചെവി കൊടുക്കാതെ, ആരും ആവില്ല എന്ന് കേൾക്കാതെ നമ്മൾ മുന്നോട്ട് പോകാം. ആ കുട്ടികളുടെ അനുഭവം ആണ് ഓരോരുത്തരും നമുക്ക് ജീവിതത്തിൽ ഒരു ബിസിനസ് തുടങ്ങാനായിക്കോട്ടെ, പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, ജോലിയുടെ കാര്യത്തിലായിക്കോട്ടെ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളെ കൂടിയില്ല ആൾക്കാർ നമ്മളെ നിരുത്സാഹപ്പെടുത്തും. അത് കേട്ട് ആവില്ല എന്ന് വിചാരിച്ച് മടിച്ചു നിൽക്കാതെ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് ഉയർന്നു വരിക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.